ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. മാർക്കസ് മെർഗുലാവോ ഇന്നലെ അർദ്ധരാത്രി പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഫസ്റ്റ് ടീം ഓപ്പറേഷനുകൾ ആരംഭിച്ചിട്ടില്ല. ഇന്നത്തെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിരുന്നത്. പക്ഷേ സില്ലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഫസ്റ്റ് ടീം ഓപ്പറേഷനുകൾ ആരംഭിക്കുകയാണ്. ഇത്തവണത്തെ ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള ഒരു മാധ്യമമാണ് സില്ലീസ്. ഏതായാലും ഇതിന് പിന്നാലെ മറ്റൊരു റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് 19th സ്റ്റോപ്പേജിന് വേണ്ടിയും ചെന്നൈൻ സോൺ എന്ന പേജിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇമാസ് സെയിന്. അദ്ദേഹമാണ് ഒരു റൂമർ പങ്കുവച്ചിട്ടുള്ളത്. അതായത് FC ഗോവയുടെ ഗോൾ കീപ്പറായ ഹൃതിക് തിവാരിക്ക് വേണ്ടി ഇപ്പോൾ 4 ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ട്. ഒരാൾ മോഹൻ ബഗാനാണ്, പിന്നീട് ചെന്നൈയിൻ FC, പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ FC ഗോവക്ക് ഇദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട്. ഇങ്ങനെ 3 ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ചെന്നൈയിൻ FC ആണ് ഈ റേസിൽ മുന്നിട്ട് നിൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ താരത്തിൽ താല്പര്യമുണ്ട്. അതേസമയം മോഹൻ ബഗാനാണ് ഏറ്റവും വലിയ സാലറി പാക്കേജ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ഒക്കെ ഇദ്ദേഹത്തിന് കൂടുതൽ കളിസമയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഹൃതിക് തിവാരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു റൂമർ. പക്ഷെ ചെന്നൈയിൻ FC മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഈ റൂമർ സത്യമാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായി വരികയാണ്. ആ സ്ഥാനത്തേക്ക് ഹൃതിക് തിവാരിയെ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ റൂമർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.